നമസ്കാരം, യൂറോപ്പ് മലയാളി ന്യൂസിലേക്ക് സ്വാഗതം. കേരള സമൂഹം ഞെട്ടലോടെയാണ് ഇന്നലെ ആ വാർത്ത കേട്ടത്. പത്തനംതിട്ടയിൽ സ്കൂൾ വിദ്യാർത്ഥിനിയായ 13-കാരി പീഡനത്തിന് ഇരയായെന്ന് മൊഴി നൽകി. എന്നാൽ ഇത് വ്യാജമെന്ന് തെളിഞ്ഞു. സഹപാഠി പ്രണയം നിരസിച്ചതിലെ ദേഷ്യം കൊണ്ടാണ് പീഡന പരാതി നൽകിയതെന്ന് പെൺകുട്ടി വെളിപ്പെടുത്തി. ചൈൽഡ് ലൈൻ പ്രവർത്തകരോടാണ് പെൺകുട്ടി പീഡനത്തിനിരയായെന്ന് പറഞ്ഞത്. തുടർന്ന് ഇവർ പോലീസിനെ അറിയിക്കുകയായിരുന്നു. പിന്നാലെ പോലീസ് പെൺകുട്ടിയുടെ 4 സഹപാഠികളെയും 2 മുതിർന്നവരെയും വിളിച്ച് മൊഴിയെടുത്തു. മാതാപിതാക്കളുടെ സാന്നിധ്യത്തിൽ ഇവരുടെ മൊഴിയും രേഖപ്പെടുത്തി. ഞങ്ങൾ കുറ്റം ചെയ്തിട്ടില്ലെന്ന് ഈ വിദ്യാർത്ഥികൾ ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നു. ഇന്നലെ വൈകിട്ട് പെൺകുട്ടിയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോഴാണ് കുട്ടി ഡോക്ടറോട് പീഡനത്തിന് ഇരയായിട്ടില്ലെന്ന് വെളിപ്പെടുത്തിയത്. വൈദ്യപരിശോധനയിൽ പീഡനം നടന്നിട്ടില്ലെന്നും ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകളില്ലെന്നും ഡോക്ടർ വ്യക്തമാക്കി. സ്കൂൾ ശുചിമുറിയിലും സഹപാഠിയായ പെൺകുട്ടിയുടെ വീട്ടിലും വെച്ച് പീഡിപ്പിച്ചുവെന്നായിരുന്നു ആദ്യ പരാതി. എന്നാൽ കുട്ടി കള്ളം പറഞ്ഞതാണെന്ന് വ്യക്തമാവുകയായിരുന്നു. NHS ആപ്പിൽ AI ഉപയോഗപ്പെടുത്തി രോഗികൾക്കാവശ്യമായ സേവനങ്ങളിലേക്ക് വഴിതിരിച്ചു വിടുമെന്ന് പ്രഖ്യാപനം. രോഗികളുടെ അവസ്ഥ പരിശോധിക്കാനും ഇത് വിലയിരുത്തി GPയുടെ അടുത്തേക്ക് അയക്കണോ എന്ന ഈ ടൂളാണ് തീരുമാനിക്കുക. ചില രോഗികളെ ഫാർമസിയിലേക്കും ലോക്കൽ A&E ഡിപ്പാർട്ട്മെന്റിലേക്കും വഴിതിരിച്ചു വിടാൻ AI വഴിയൊരുക്കും. അടുത്ത വർഷത്തോടെ ഈ അപ്ഡേറ്റ് 2 ലക്ഷം രോഗികളിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2028 ഏപ്രിൽ മാസത്തോടെ ഇത് എല്ലാ ഉപയോക്താക്കൾക്കും ലഭ്യമാകും. GP അപ്പോയിന്റ്മെന്റ് ലഭിക്കാനായി രാവിലെ 8 മണിക്കുള്ള നെട്ടോട്ടം അവസാനിപ്പിക്കുമെന്ന് സർക്കാർ അധികാരത്തിലേറിയപ്പോൾ വാഗ്ദാനം നൽകിയിരുന്നു. സസെക്സിൽ നടന്ന ട്രയൽസിൽ ഫോൺ ലൈനുകളിൽ GP അപ്പോയിന്റ്മെന്റിനായി കാത്തിരിക്കുന്ന രോഗികളുടെ എണ്ണം 29% കുറയ്ക്കാൻ കഴിഞ്ഞതായി കണ്ടെത്തിയിട്ടുണ്ട്. 10 ബില്യൺ പൗണ്ട് ചെലവിട്ടുള്ള ഗവൺമെന്റ് ഫണ്ടിങ്ങോടെയാണ് ടെക്നോളജി ഡാറ്റാ സിസ്റ്റങ്ങൾ പരിഷ്കരിക്കുന്നത്. രോഗികളുടെ കൺസൾട്ടേഷൻ റെക്കോർഡ് ചെയ്യാനായി AI ഉപയോഗിക്കാനുള്ള നീക്കവും ഇതോടൊപ്പം ഉണ്ടാകും. നോട്ട് എഴുതുന്ന സമയം കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്. ലേബർ ഗവൺമെന്റ് അധികാരത്തിലേറി 2 വർഷം തികയുമ്പോൾ ബ്രിട്ടനിൽ ജനങ്ങളുടെ അവസ്ഥ കൂടുതൽ മോശമായെന്ന് ടോറികൾ. ശരാശരി കുടുംബങ്ങൾക്ക് 3000 പൗണ്ട് നഷ്ടം വരുന്ന നിലയിലാണ് കാര്യങ്ങളെന്ന കണക്കുകൾ മുൻനിർത്തി പ്രതിപക്ഷം ആരോപിക്കുന്നു. താൻ ഭരിച്ച 2 വർഷം UK കൂടുതൽ മികച്ചയിടമായി മാറിയെന്നാണ് പുറത്തുപോകുന്ന പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ അവകാശപ്പെടുന്നത്. ലേബർ MPമാർ ചേർന്ന് വിമത നീക്കം നടത്തിയതോടെയാണ് സ്റ്റാർമർക്ക് പുറത്തുപോകേണ്ടി വരുന്നത്. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന കണക്കുകൾ ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിന് കീഴിൽ ഉയർന്ന ചെലവുകളെക്കുറിച്ചാണ്. വാടക നിരക്കുകൾ ഒരു വർഷത്തിനിടെ 1584 പൗണ്ട് വർദ്ധിച്ചപ്പോൾ എനർജി ബില്ലുകൾ 294 പൗണ്ടാണ് ഉയർന്നതെന്ന് കൺസർവേറ്റീവ് പാർട്ടി പറയുന്നു. ഗ്രോസറി ചെലവുകൾ 166.40 പൗണ്ടും പെട്രോളിന് 144.80 പൗണ്ടും കൗൺസിൽ ടാക്സ് 228.60 പൗണ്ടും വീതം ഉയർന്നതായും കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നു. എംപ്ലോയർ നാഷണൽ ഇൻഷുറൻസ് വർദ്ധിപ്പിച്ച ലേബർ നടപടി ജോലി ചെയ്യുന്ന കുടുംബങ്ങളുടെ പോക്കറ്റിൽ നിന്നും 534.50 പൗണ്ട് ചോർത്തുന്നതായും ഇവർ വ്യക്തമാക്കുന്നു. ജീവിത ചെലവ് പ്രതിസന്ധി പരിഹരിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത കീർ സ്റ്റാർമർ കുടുംബങ്ങളെ 2952.30 പൗണ്ട് നഷ്ടത്തിലേക്ക് നയിക്കുകയാണ് ചെയ്തതെന്ന് ടോറികൾ പറയുന്നു. യൂറോപ്പിലെ ഏറ്റവും വലിയ പ്രവാസി സംഗമമായ UK KCAയുടെ കൺവെൻഷൻ ജ്ഞാനായ സമൂഹത്തിന് മറക്കാനാകാത്ത ദിവസമാണ് സമ്മാനിച്ചത്. UK KCA കൺവെൻഷന് മുഖ്യാതിഥിയായി ജനകീയ MLA ചാണ്ടി ഉമ്മനാണ് എത്തിയത്. രജത ജൂബിലി ആഘോഷിക്കുന്ന സംഘടനയുടെ കരുത്ത് വിളിച്ചോതുന്നതായിരുന്നു 5000-ലേറെ പേർ പങ്കെടുത്ത ആഘോഷം. നമ്മുടെ മാതാപിതാക്കൾ പഠിപ്പിച്ച പൈതൃകവും പാരമ്പര്യവും സാംസ്കാരിക തനിമയും അടുത്ത തലമുറയിലേക്ക് പകരുന്നതിൽ ജ്ഞാനായക്കാർ കാണിക്കുന്ന ഉത്സാഹം മറ്റ് പ്രവാസികൾക്ക് കൂടി മാതൃകയാണെന്ന് ചാണ്ടി ഉമ്മൻ വേദിയിൽ പറഞ്ഞു. ലോകമെങ്ങും പ്രവാസികളിൽ പ്രത്യേകിച്ചും UKയിലും ജ്ഞാനായർ നാടിന്റെ തുരുത്തുകളായി മാറുന്നതിൽ UK KCA വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്നും അതിൽ സംഘടനയ്ക്ക് അഭിമാനിക്കാമെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞത് കാണികൾ കരഘോഷത്തോടെയാണ് സ്വീകരിച്ചത്. സുറിയാനി പാരമ്പര്യം കാണാൻ ജ്ഞാനായക്കാർ ഒത്തുകൂടുന്നിടത്ത് വരണമെന്ന് ചാണ്ടി പറഞ്ഞപ്പോൾ കാണികൾ അത് ആവേശത്തോടെയാണ് സ്വീകരിച്ചത്. പ്രവാസി മലയാളികളുടെ നാട്ടിലെ സ്വത്തുക്കൾക്ക് നിയമസംരക്ഷണം ഉറപ്പാക്കുന്നത് കേരള സർക്കാർ പരിഗണിക്കുമെന്നും നാടിന്റെ വളർച്ചയ്ക്ക് പ്രവാസികളുടെ സംഭാവന മറക്കാനാകാത്തതാണെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു.
100-ലേറെ നർത്തകരെ അണിനിരത്തി കലാഭവൻ നൈസ് ഒരുക്കിയ നൃത്തം ഏവരെയും ആകർഷിച്ചു. UKKCA പ്രസിഡന്റ് മാത്യുക്കുട്ടി ആനക്കുത്തിൽ UKKCAയുടെ ശക്തി തളർത്താൻ ശ്രമിക്കുന്നവർക്കുള്ള മറുപടിയാണ് ഈ സമ്മേളനമെന്ന് വ്യക്തമാക്കി. വർണ്ണാഭമായ റാലിയിൽ 100 കണക്കിന് പേരാണ് പങ്കെടുത്തത്. UKKCAയുടെ രജത ജൂബിലി ആഘോഷം ജ്ഞാനായ സമൂഹത്തിനാകെ അഭിമാന നിമിഷമായി മാറിയിരിക്കുകയാണ്. യൂറോപ്പ് മലയാളി ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.